തിരുവനന്തപുരം വിഴിഞ്ഞം മുതലപ്പുഴി തീരങ്ങളിൽ നിന്ന് കടലിൽ പോയി കാണാതായ മത്സ്യത്തൊഴിലാളികൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കണ്ണാന്തുറ ഭാഗത്ത് കരയ്ക്കടിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഞ്ചുതെങ്ങ് സ്വദേശി ഫ്രീമോനാണ് മരിച്ചത്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, ഇന്നലെയാണ് മുതലപ്പുഴയിൽ 2 പേരെ കാണാതായത്. ഇരുവർക്കും വേണ്ടി വലിയ രീതിയിൽ തിരച്ചിലൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? രണ്ടാമത്തെ ആൾക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഇന്നലെ കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അഞ്ചുതെങ്ങ് സ്വദേശി ഫ്രീമോൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് അപർണയുണ്ട്. അപർണ, നിലവിൽ ഒരാളുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ആൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ടോ? മുതലപ്പുഴയിൽ ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്ത് എങ്ങനെയാണ്? കടൽക്ഷോഭം പോലുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതുല്യ, ഇന്നലെയാണ് വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. അവരിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കണ്ണാന്തുറ ഭാഗത്ത് കരയ്ക്കടിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാര്യക്ഷമമായ തിരച്ചിൽ നടന്നിരുന്നു. ഈ കാണാതായ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തീരത്തടിഞ്ഞ രീതിയിലാണ് ഈ ഫ്രീമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതശരീരം കണ്ടെത്തിയത്. എന്തായാലും ഇന്നും തിരച്ചിൽ തുടരുകയാണ്. കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയെ കൂടി കണ്ടെത്താനുണ്ട്. അയാൾക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. കാര്യക്ഷമമായ തിരച്ചിൽ നടത്തുന്നില്ല, അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് എന്തായാലും ഇന്ന് ഈ ലഭ്യമായ വ്യക്തിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. തുടർന്ന് ഇത് കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുന്നതായിരിക്കും. എന്തായാലും ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിനായിട്ടുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്നിരുന്നാൽ കൂടി കടലിലെ അവസ്ഥ എന്ന് പറയുന്നത് ഈ തീരദേശ മേഖലയിലൊക്കെ തന്നെ കടൽക്ഷോഭം കാര്യക്ഷമമായിട്ട് തന്നെ ഉണ്ട്. ഇത്തരം തിരച്ചിലിന് കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. മറ്റൊരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആദിത്യ. ശരി അപർണ, എന്തായാലും ഇന്നലെ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഈ 2 പേർക്കും വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്. കനത്ത മഴയും അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയും എല്ലാം ആയിരുന്നു. കടൽക്ഷോഭവും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഉയർന്ന തിരമാലകളും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നത്. അതിലിപ്പോൾ കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. കണ്ണന്തുറ ഭാഗത്ത് കരയ്ക്കടിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്.